ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അടുത്ത ഒരു പുതിയ ഷോർട്ട് വെബിനാറുമായിട്ട് നമ്മൾ വരികയാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോസായിട്ടാണ് ഇനിയും വരുന്ന 2-3 വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്ത്യൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ഫോർ ദ യൂത്ത് അല്ലെങ്കിൽ അഡോളസൻസ്, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. നമ്മുടെ യൗവനക്കാർക്ക് അല്ലെങ്കിൽ ടീനേജിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവവചനപ്രകാരമുള്ള ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വെബിനാർ ക്രമീകരിച്ചിരിക്കുന്നത്. 2 വിധത്തിൽ ഞാൻ സാധാരണഗതിയിൽ ഇത് ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ അല്ലെങ്കിൽ അഡോളസൻസ്, WHO ഡെഫിനേഷൻ അനുസരിച്ച് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ആ ഒരു ഏജ് ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർ കൊച്ചുകുട്ടികളാണോ എന്ന് ചോദിച്ചാലല്ല, മുതിർന്നവരായോ എന്ന് ചോദിച്ചാലല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു വലിയ ട്രാൻസിഷണൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ലൈഫാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ആരാണോ കുഞ്ഞുങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കേണ്ടുന്നത് അവർക്കൊരു ട്രെയിനിങ് വർക്ക്ഷോപ്പ് പോലെ എടുക്കുക എന്നുള്ളതും ഞാൻ ചെയ്യാറുണ്ട്. ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ പാരൻസിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുന്നത്. കൂട്ടത്തിൽ യൂത്ത് പാസ്റ്റേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ്, കൗൺസിലേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും പഠിച്ചെടുക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വെബിനാർ നമ്മൾ കുഞ്ഞുങ്ങളെ ആയിരിക്കത്തില്ല ഫോക്കസ് ചെയ്യുന്നത്, നേരിട്ട് അവർക്കുള്ള ഒരു ക്ലാസ് ആയിരിക്കത്തില്ല. മറിച്ച് ആരാണോ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടുന്നത് അവർക്കൊരു ട്രെയിനിങ് ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഗൈഡ് എന്നൊരു വിധത്തിലാണ് നമ്മളിതിനെ ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലോ സഭകളിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ നമ്മൾ തുറന്ന് സംസാരിക്കാത്ത ഒരു വിഷയമാണിത്. എന്നാൽ നമുക്കറിയാം, ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ആദ്യമായിട്ട് തൻ്റെ ജെൻഡറിനെ കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമൊക്കെ ഒരു കുട്ടിക്ക് ബോധ്യം വരുന്നത് അവർ ആ ചൈൽഡ്ഹുഡിൽ നിന്നും ടീനേജിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആ ഒരു സമയത്താണ്, പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നതായിട്ടുള്ള സമയത്താണ്. അവരുടെ ശരീരത്തിലും ഹോർമോണൽ ലെവലിലും മനസ്സിലും വികാരങ്ങളിലുമൊക്കെ ഒരുപാട് ചേഞ്ചസ് അവർ അനുഭവിച്ച് തുടങ്ങുന്നു. എന്നാൽ അവർക്കൊരു നല്ല പോസിറ്റീവ് ഗൈഡൻസ്, അവരുടെ മനസ്സിൽ ദൈവവചനപ്രകാരമുള്ള ചിന്തകൾ, കൺവിക്ഷൻസ് ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് പോലെയുള്ള വേദികൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മുടെ ശരീരം, നമ്മുടെ ജെൻഡർ, നമ്മുടെ സെക്ഷുവാലിറ്റി, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടികളാണ് നാം. ഇതൊന്നും നമ്മൾ ലജ്ജ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ല ഒരിക്കലും. എന്നാൽ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് സെൻസോടുകൂടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും വേണ്ടുന്നവർ ഈ ഒരു ഗൈഡൻസ് കൊടുക്കാതെ വരുമ്പോൾ അവർ മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ തെറ്റായ അറിവുകളിലേക്ക് അവർ തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്രയധികം ഇൻഫർമേഷൻ ടെക്നോളജി വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും മൊബൈൽ ആക്സസ് ഉണ്ട്. ഏത് തരത്തിലുള്ള ഇൻഫർമേഷനിലേക്കും നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് കടന്നു ചെല്ലാവുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അതറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയങ്ങളെക്കുറിച്ച് അവരുടെ പ്രായം അനുസരിച്ചുള്ള അറിവുകൾ ഓരോ സ്റ്റേജുകളിലും കൊടുത്തോണ്ട് പോകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എങ്ങനെയാണ് നമ്മൾ ലൈംഗികതയെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങളോടല്ലേ ടീനേജേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത് എന്നൊരു ഭയങ്കര
ഒരു ഹിൻഡ്രൻസ് ആണ്, ഒരു ടാബു ആണ് പലപ്പോഴും മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ സഭാ പശ്ചാത്തലത്തിൽ പോലും ആൾക്കാർ പലപ്പോഴും ഫേസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അഡൽട്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ സമയത്തിന് മുൻപേ അവർക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക വിഷയങ്ങളിലേക്കൊരു ഓവറായിട്ടൊരു താല്പര്യമുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയങ്ങൾ കാരണം പലപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ മിണ്ടാതിരിക്കും തോറും കുഞ്ഞുങ്ങൾ വീണ്ടും തെറ്റായിട്ടുള്ള അനേക സ്രോതസ്സുകളിലേക്ക് അവർ തിരിയുകയാണ്. അവരുടെ കൂട്ടുകാരിലേക്ക്, അവരുടെ സ്കൂൾ സർക്കിളിൽ അവർ കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് ധാരാളമായി ഇങ്ങോട്ട് ഇൻഫർമേഷൻ ബൊമ്പാർഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ഇന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഏകദേശം കഴിഞ്ഞ 15-16 വർഷങ്ങളായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത അനേക സ്കൂളുകളിൽ സൗഹൃദ ക്ലബ്ബ് പോലെയുള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സിനോട് ചേർന്ന് പ്രവർത്തിച്ച് സ്കൂളുകളിലും സഭകളിലും അല്ലാതെയുള്ള എല്ലാ യൂത്ത് വേദികളിലും ഒക്കെ ഞാൻ ചെയ്തുകൊണ്ട് വരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സുകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നു ഈ കാര്യങ്ങളിലേക്ക്. എന്നാൽ ഇപ്പോൾ അതിന് സമയമായി ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അനേകർ എക്യുപ്ഡായി എഴുന്നേൽക്കണം. അവനവൻ്റെ ഭവനങ്ങളിൽ മക്കൾക്ക് അല്ലാ പാസ്റ്റേഴ്സ്, യൂത്ത് പാസ്റ്റേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അല്ലാത്ത സ്കൂൾ ടീച്ചേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, കൗൺസിലേഴ്സ് എല്ലാവരും എക്യുപ്ഡായിരിക്കണം. ഒരു അഡോളസെൻ്റ് ഒരു കുഞ്ഞിന്, ഒരു ടീനേജറിന് എങ്ങനെയാണ് ഹോൾസമായിട്ട് ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്നത്, ഓരോ പ്രായത്തിലും നമ്മളതിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഐദർ എക്സ്ട്രീംസിലേക്ക് പോകാതെ അനാവശ്യമായിട്ടുള്ള ഇമാജിനേഷൻ കുഞ്ഞുങ്ങളിൽ സ്റ്റിമുലേറ്റ് ചെയ്യാതെ തന്നെ അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കുവാനായിട്ട് കഴിയും. ഇതെല്ലാം ഒരു ഷോർട്ട് വെബിനാറിൽ പ്രസൻറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ ജനുവരി മാസം 23-ും 24-ാം തീയതിയും, അതൊരു ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ്, വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് നമുക്ക് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 2 അടുപ്പിച്ചുള്ള ദിവസങ്ങളാണ്. വൈകുന്നേരങ്ങളിൽ 2 മണിക്കൂർ മാത്രം സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ഈ ക്ലാസ്സുകൾ നൽകപ്പെടുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. ജനുവരി 10ന് മുൻപ് ഏർലി ബേർഡ് രജിസ്ട്രേഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്കൊരു ഐഡിയ കിട്ടാനാണ് ഹൗ മെനി പീപ്പിൾ വോണ്ട് ടു ജോയിൻ ഇൻ. സോ പ്ലീസ് അവെയിൽ ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ബോത്ത് മെൻ ആൻഡ് വിമൺ, ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്, അതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനകത്ത് എക്യുപ്ഡ് ആകണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, അനേക കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് താല്പര്യമുള്ള എല്ലാവരും തന്നെ ഇതിലേക്ക് ഉത്സാഹിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ശരിയായ അറിവുകൾ കിട്ടാത്തത് നിമിത്തം കുഞ്ഞുങ്ങൾ എത്രയോ മേഖലകളിൽ ഈ ഒരു പ്രായത്തിൽ അവർ തെറ്റിപ്പോകുന്നു. ആൻഡ് വി നോ, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ആ ചെറിയ പ്രായത്തിൽ അവരുടെ ഹൃദയം, മനസ്സ്, അവർ ഡെവലപ്പ് ചെയ്യുന്ന കൺവിക്ഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് എത്ര പ്രഷ്യസാണ്. ഒന്നും എഴുതാതെ വെച്ചിരിക്കുന്ന ഒരു ക്ലീൻ ബോർഡിലേക്ക് ആദ്യമായി ആര് സ്വാധീനിക്കുന്നു, ആരവിടെ എഴുതി കൊടുക്കുന്നു, അത് പെർമനൻ്റായിട്ട് ബാക്കി ജീവിതം മുഴുവൻ അവരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളായി മാറുകയാണ് അല്ലേ. സോ സെക്സ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് ഒരു പെരിഫറലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ടച്ച് ചെയ്ത് പോകുന്നു എന്നല്ല. സെക്സ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ ഫോർമേഷൻ. അത്ര ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ ഈ പ്രായത്തിൽ തന്നെ ദൈവവചനവുമായി അവരെ സ്വാധീനിക്കുവാനായിട്ട് കഴിയണം. സെക്സ്, ലവ് ആൻഡ് മാരേജ്, ഇതുപോലെയുള്ള വിഷയങ്ങൾ, അത് ദൈവം എങ്ങനെയാണോ അതിനെ കാണുന്നത്, അങ്ങനെ അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ടിൽ കുഞ്ഞുങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ബിഫോർ ദ വേൾഡ് ഇൻഫ്ലുവൻസസ് ദം.
കാരണം പലപ്പോഴും ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവർ കാണുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, ബ്രോക്കൺ ആയിട്ടുള്ള റിലേഷൻഷിപ്സാണ്, അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിൽ മോശമായി ചിത്രീകരിക്കാമോ അങ്ങനെ തന്നെയാണ് ലൈംഗികതയെ നമ്മുടെ ചുറ്റും ചിത്രീകരിച്ചിരിക്കുന്നത്. ആൻഡ് അവർ ചിൽഡ്രൻ ആർ നോട്ട് ഇമ്മ്യൂൺ ടു ഇറ്റ്. നമ്മളവരെ എത്ര കാലം വീടിനകത്ത് പിടിച്ച് നമ്മൾ നിർത്തും? അവരെല്ലാത്തിനോടും എക്സ്പോസ്ഡ് ആണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അവർ സ്കൂളിലേക്ക് പോകുന്നു, അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. ദ ഹോൾ വേൾഡ് ഈസ് ഓപ്പൺ ടു ദം. പഠിക്കുവാനായിട്ട് അവർ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യണം. അപ്പം അതിനു മുമ്പ് തന്നെ അവർക്ക് ശരിയായ അറിവുകൾ കൊടുത്ത് ദൈവം ഇതിനെയെല്ലാം എങ്ങനെയാണ് കാണുന്നത്, ഞാനിതിനെ എല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടുന്നത് എന്നുള്ള വ്യക്തമായ ധാരണകളും അറിവുകളും കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യുനോ, അതവർക്കൊരു ലക്ഷറി ആയിട്ട് കൂട്ടണ്ട. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ കൊള്ളാം എന്നൊരു ഓപ്ഷണൽ സംഗതി അല്ല. യുനോ, ഇറ്റ് ഈസ് ദ റൈറ്റ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും അല്ലെങ്കിൽ ഒരു യൂത്തിൻ്റെ ഒരു റൈറ്റാണ് എന്നേ ഞാൻ പറയൂ. ദാറ്റ് ദേ ഹാവ് ദ റൈറ്റ് ടു ബിബ്ലിക്കൽ സെക്സ് എഡ്യൂക്കേഷൻ, സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. സോ ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു ഓൾ. എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങളെ ഒന്ന് എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എൻ്റെ ശ്രമങ്ങളാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്വയറീസ്, സംശയങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ട്, കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ടല്ലോ. വി വുഡ് റിയലി വാണ്ട് ടു മേക്ക് ഇറ്റ് ആൻ അമേസിങ് എക്യുപ്പിംഗ് റിസോഴ്സ്. അതായത് ഈ ഒരു മേഖലയിൽ നമ്മുടെ തലമുറയെ നമുക്ക് പോസിറ്റീവായിട്ട് കർത്താവിന് വേണ്ടി സ്വാധീനിക്കാനായിട്ട് കഴിയണം. എനിക്കിതൊന്നും പറഞ്ഞു തരുവാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അനേക പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെട്ടുപോയി എന്ന് നമ്മുടെ മക്കൾ ആരും അങ്ങനെ പറയാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.